ഇപ്പൊ പണി കഴിഞ്ഞിട്ട് ഞാൻ എത്തിയതേലു അപ്പോഴാണ് അൻവിൻ ജോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഫുള്ള് കാണുന്നത്. ഞാൻ അവൻ്റെ ബിഗ് ഫാൻ ആയിട്ടുണ്ടേ, ഓനെ ഫോളോ ആക്കലും അവൻ്റെ ബിഗ് ഫാൻ ആയിട്ട് തന്നെ ഞാൻ ഉണ്ടായത്. പക്ഷെ എന്നെല്ലാം പൊട്ടനാക്കി ഓൻ്റെ നായ്ക്കുട്ടീനെ പോലെ തന്നെ അന്യോ നായ്ക്കുട്ടിയാക്കിയിട്ട് മാറ്റി. അത് വേറെ സംഭവം. യാ സുബ്ഹാനല്ലാ, കണ്ടിട്ട് തന്നെ നെട്ടിപ്പോയി. എത്ര വലിയ വിശ്വസിച്ചിട്ടുണ്ടായിനറിയാം. എനിക്കും അങ്ങനെ ഓനെ പോലെ ആഗ്രഹം ഉണ്ടായി. 9 മാസത്തിൽ ജർമ്മനി പോയിട്ട് ബിസിനസ് ചെയ്ത് വലിയൊരാളാണോ, പിന്നെ 10-20 വണ്ടി എടുക്കണോ, പിന്നെ സിംഗിളായിട്ട് ജീവിക്കണം, അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായത്. ഓന്നെ പറയുന്നത് എൻ്റെ ലൈഫ് മിക്ക ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെ. ഇപ്പം എല്ലാവർക്കും അറിഞ്ഞത് നിൻ്റെ എല്ലാ ലൈഫും ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഞാനെ കണ്ടിട്ട് നെട്ടിപ്പോയി. നിൻ്റെ ഇപ്പം ശരിക്കുള്ള ലൈഫ് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വണ്ടി എടുത്തിട്ട് പോകുന്നത് കാണും, അതെടുത്തിട്ട് പോകുന്നത് കാണും, ഇതെടുത്തിട്ട് പോകുന്നത് കാണും, എൻ്റെ വലിയ പൈസയെല്ലാം ഭാരിയിട്ട് കയറിയെന്നെല്ലാം കാണും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്തെന്ന്, എന്താ റബ്ബേ ഓനിക്കല്ല എല്ലാം കൊടുത്തിനല്ല, എന്താ റബ്ബേ അനക്കൊന്നും തരാതെ, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. പഠിച്ചോനോട് ചോദിക്കുക, ഒരു നാൾ നിങ്ങൾക്ക് പഠിച്ചോൻ തരും. ഇപ്പം കണ്ട പഠിച്ചോനെ ഓനെ പുറത്തിട്ടില്ലേ, ഓൻ്റെ സത്യാവസ്ഥയിൽ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഇത്ര കാലം നമ്മളെ നായ്ക്കുട്ടീനെ പോലെ ഓൻ്റെ നായ്ക്കുട്ടീനെ പോലെ നമ്മൾ നായ്ക്കുട്ടിയാക്കിയിട്ടുണ്ടായത്. ഇപ്പം എല്ലാം മനസ്സിലായി അല്ലേ? ഞാനും ഓനെ പോലെ ഞാനും ഓനെ പോലെ ആണോ ആഗ്രഹിച്ചിട്ട് നടന്നിട്ടുണ്ടായത്. ഓൻ്റെ ബിഗ് ഫാൻ ആയിട്ടുണ്ടായി ഞാൻ. ഇപ്പം ശരിക്കും എനിക്ക് മനസ്സിലായി.